+2 സയൻസ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? ഒരു സമുദ്രമാണ്, ഒരു ലോകമാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ. കുറേ കാറ്റഗറി വൈസ് നമ്മളങ്ങനെ മുന്നോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ രസകരമായ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. നമുക്കത് ബയോളജിയിൽ തുടങ്ങാം. ബയോളജി വെച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്ക്, മെഡിക്കൽ പ്രാക്ടീസ് കോഴ്സുകളിൽ നിന്ന് ഒരുപാട് മേഖലകളിലേക്ക് പിന്നീട് നമുക്ക് പോവാം. ദെൻ MBBS കഴിഞ്ഞാൽ വെറും ഡോക്ടറാവൽ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ റോബോട്ടിക്സ്, ദെൻ മാസ്റ്റർ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള വൈവിധ്യമായ കോഴ്സുകൾ ആഡ് ചെയ്ത് പ്രാക്ടീസിനപ്പുറത്തേക്ക് ഒരുപാട് മേഖലകളിലേക്ക് മാറാം. ഡോക്ടർമാർക്ക് ചാൻസ് ഇല്ല, ഡോക്ടർമാരൊക്കെ പെട്ടി മടക്കി പോവേണ്ടി വരും എന്ന അല്പത്തരം കേൾക്കുന്നതിന് പകരം, അതിന് പിന്നാലെ പോകുന്നതിന് പകരം മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് വൈവിധ്യങ്ങളിലേക്ക് മാറാം എന്ന കോമ്പിനേഷൻ കരിയർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ജെന്യുവിനായിട്ട് റിയലായിട്ട് പാഷനേറ്റ് ആണോ നിങ്ങൾ എടുക്കുന്ന കോഴ്സിൽ, നിങ്ങൾക്കതിൽ സ്കില്ലുണ്ടോ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ള കരിയറാണ്. അപ്പോൾ നോക്ക്, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്കതിലുള്ള ഇൻട്രസ്റ്റ്, നിങ്ങളുടെ പെർസിവറൻസ്, കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കാനുള്ള താല്പര്യം, ഇത്തരം കാര്യങ്ങളുണ്ടോ നിങ്ങൾ എടുക്കുന്ന കരിയറിൽ, ഉറപ്പായിട്ടും നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വളരെ സയൻറ്റിഫിക് ആയിട്ട് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണെന്ന് കണ്ടെത്തണം. അതിനൊരുപാട് മാർഗങ്ങളുണ്ട്. കരിയർ ഗുരു പിയേഴ്സന്റെ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ആബ്സ്ട്രാക്റ്റും ന്യൂമറിക്കലും വെർബലൊക്കെ ഉള്ള ഒരുപാട് വേരിയബിൾസ് വെച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിലും മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണെന്നത് കണ്ടെത്താൻ സഹായിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രഗത്ഭരായ കരിയർ കൗൺസിലർമാരുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് നിങ്ങൾക്ക് ആപ്റ്റായത് കണ്ടെത്തണം. ഞാൻ വീണ്ടും ബയോളജിയിലേക്ക് വരുന്നത്. നമ്മൾ മെഡിസിൻ പറഞ്ഞു അല്ലേ, BDS, അടുത്തത് BDS. MBBSന് പുറമെ BDS ഉണ്ട്. BDS കുറച്ചുകൂടി സാച്ചുറേറ്റഡ് ആണ്. വളരെ കൃത്യമായി അതിൽ നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പോകാൻ പാടുള്ളൂ. കൃത്യമായ ഒരു കരിയർ പ്ലാൻ ഇല്ലാതെ അത് എടുക്കുകയും ചെയ്ത് കരിയർ ഇവോൾവ് ചെയ്ത് വരുന്നതാണ് എന്ന യാഥാർത്ഥ്യം, എന്നൊരു സിസ്റ്റത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു കരിയർ ഓർബിറ്റിൽ നിങ്ങൾ ചെന്ന് ചാടുള്ളൂ എന്നതുകൊണ്ട് നിങ്ങൾ ഈ BDS എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. BDSൽ നിന്ന് നിങ്ങൾക്ക് ബയോമെഡിക്കലിലേക്ക് മാറാം, BDS നിന്ന് ജനറ്റിക്സിലേക്ക് മാറാം, ക്രിയേറ്റീവ് ഡെന്റിസ്ട്രിയിലേക്ക് മാറാം, ദെൻ ന്യൂറോ സയൻസിലേക്ക് മാറാം. ടെക്നോളജിക്കലും ബയോളജിക്കലുമായ രസകരമായ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ BDS എടുക്കുമ്പോൾ ഇങ്ങനൊരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതാണ് നല്ലത്. BDS എടുത്ത് മാസ്റ്റേഴ്സിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, പ്രത്യേകിച്ച് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് സ്റ്റഡീസ് രസകരമായൊരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, BDSന് പുറമെ വരുന്നത് ആയുർവേദയും ഹോമിയയും യുനാനിയും സിദ്ധയൊക്കെയാണ്. അത് ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളാണ്. വളരെ സ്പെസിഫിക് ആയിട്ട് ആ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. കാരണം അതൊരു പാഷൻ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നല്ല കൃത്യമായ കരിയർ ഐഡിയകളും കരിയർ ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനും ഉണ്ടായിരിക്കണം. ഇനി നോക്ക്, നമുക്കതിൽ നിന്ന് അഗ്രികൾച്ചറും ഫിഷറീസും വെറ്റിനറിയും ഫോറസ്ട്രിയും വരാം. അഗ്രികൾച്ചർ പ്ലസ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ പ്ലസ് ജനറ്റിക്സ്, പ്ലാന്റ് ബയോടെക്നോളജി, ഹെർബൽ സയൻസ് ഒക്കെ പോലുള്ള ഏരിയകൾ, അഗ്രോണമി പോലുള്ള കോമ്പിനേഷൻസ്, ദെൻ അഗ്രികൾച്ചറൽ ഇക്കണോമിക്സും അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സും കണക്ട് ചെയ്യുന്നത് രസകരമാണ്. ഈ ഓപ്ഷൻസ് എല്ലാം പ്ലാന്റേഷൻ മാനേജ്മെൻറ്റും റൂറൽ മാനേജ്മെൻറ്റും അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റും അഗ്രികൾച്ചറുമായിട്ട് കണക്ട് ചെയ്യാം. ഇത് കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഗ്രികൾച്ചർ എടുത്തൊക്കെ ക്ലിക്കാവും, ഒരു സംശയമില്ല. ഫിഷറീസും വെറ്റിനറി, ഫിഷറീസിൽ നമുക്ക് മറൈൻ ബയോളജിയിലേക്ക് പോവാം, ഫിഷ് ജനറ്റിക്സിലേക്ക് പോവാം. രസകരമായ വൈവിധ്യങ്ങൾ. വെറ്റിനറിയിൽ നിന്ന് പഠിച്ച് ഫാർമക്കോളജി കണക്ട് ചെയ്ത് മരുന്നുണ്ടാക്കുന്ന പ്രസിദ്ധനായ ഒരു ഡോക്ടറെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറ്റിനറി ഡോക്ടറെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് വെറ്റിനറി കഴിഞ്ഞ് ഫാർമക്കോളജി എടുത്തു. നിങ്ങൾ നോക്കിയ ഫോറസ്ട്രിയിൽ നിന്ന് ഫോറസ്റ്റ് സർവീസിലേക്കും വൈൽഡ് ലൈഫ് സയൻസിലേക്കും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ടുള്ള ജോബിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറ്റിക്സിലേക്കൊക്കെ മാറാം. അപ്പോൾ ഇത്തരം വൈവിധ്യങ്ങൾ ഈ അലൈഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കണം. പിന്നെ വരുന്ന പാരാമെഡിക്കൽ, എല്ലാവരും പോകുന്ന ഒന്നാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. പക്ഷേ പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, പാരാമെഡിക്കൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നഴ്സിങ്ങും ഫാർമസിയും ലാബ് ടെക്നോളജിയും ഞാൻ പറയാം അത് ഡെവലപ്പിംഗ് കരിയർ എന്നാണ്. ഡെവലപ്പിംഗ് കരിയർ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടും. ഹയർ സ്റ്റഡീസിന് വ്യത്യസ്തമായ മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഇപ്പോൾ MLT എടുത്താൽ ഇമ്മ്യൂണോളജിയും വൈറോളജിയും പാരസൈറ്റോളജിയൊക്കെ ചെയ്യുന്നത് പോലെ, ജനറ്റിക്സ് ചെയ്യുന്നത് പോലെ, ഹിസ്റ്റോപാത്തോളജി ചെയ്യുന്നത് പോലെ, ക്ലിനിക്കൽ എംബ്രിയോളജി ഒക്കെ ചെയ്യുന്നത് പോലെ. അതിന് പുറമെ നിങ്ങൾ മറ്റ് കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു MLTയും നഴ്സിങ്ങും ഫാർമസിയും
ഡെവലപ്പിംഗ് കരിയേഴ്സാണ്, കാരണം അതിന് ജോലി കിട്ടും, ഹയർ സ്റ്റഡീസ് ഉണ്ട്. അതേ സമയത്ത് കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, ദെൻ അതുപോലെ എമർജൻസി കെയർ, അനസ്തേഷ്യ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജിക്കൽ തെറാപ്പി ടെക്നിക്സ് ഒക്കെ പോലുള്ള കോഴ്സുകൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിന് ജോലി കിട്ടും, സംശയമില്ല. പക്ഷേ അത് ഡെവലപ്പിംഗ് അല്ല, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ മേഖലകളിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചുരുക്കം ചില ഏരിയകളിൽ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ നോൺ ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്ന് പറയും. ദെൻ അതുപോലെ ബ്ലഡ് ബാങ്കിങ് പോലുള്ള കോഴ്സുകൾ, ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി പോലുള്ള കോഴ്സുകൾ, ഓപ്റ്റോമെട്രി പോലുള്ള കോഴ്സുകളൊക്കെ ഒരു സാച്ചുറേറ്റഡ് പൊസിഷനിലാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഫീൽഡ് തന്നെ ആഗ്രഹിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ജോബ് അവന്യൂസ് മനസ്സിലാക്കി പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും പോവാം. മറ്റൊന്ന് റീഹാബിലിറ്റേഷൻ കരിയേഴ്സാണ്. ഏതൊക്കെയാണ്? നമ്മൾ ഈ ഫിസിയോതെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സുകൾ. ഒക്യുപേഷണൽ തെറാപ്പി ഇപ്പോൾ ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡ് ഇങ്ങനെ വർദ്ധിച്ച് സംഭവിക്കാൻ പോകുന്ന എന്താ, അതൊരു സാച്ചുറേഷനിലേക്ക് എത്താം. അപ്പോൾ കൃത്യമായി അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. ഇതൊക്കെ ബയോളജിയായിട്ട് ബന്ധപ്പെട്ട് മൈക്രോബയോളജി, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് മാറാം. ദെൻ അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് എടുക്കാം. ദെൻ ഡിഗ്രി തലത്തിൽ സുവോളജി പഠിച്ച് ടീച്ചിങ്ങിലേക്കും, ബോട്ടണി പഠിച്ച് ടീച്ചിങ്ങിലേക്കും റിസർച്ചിലേക്കും വരാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ എടുക്കാം. നിങ്ങൾ ബയോളജി മാത്സ് ഒന്നിച്ചെടുത്ത മാത്ത് സയൻസുകാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഇതെല്ലാം ഒരുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഡിഗ്രി ഒരു കരിയറായിട്ട് എടുക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും മൈക്രോബയോളജിയും സുവോളജിയും ബോട്ടണിയും ബയോ കെമിസ്ട്രിയും ബയോടെക്നോളജിയും ഒക്കെ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ വളരെ കൃത്യമായിട്ട് എടുക്കുക. പക്ഷേ ഈ ഡിഗ്രി സയൻസ്, പ്യുവർ സയൻസ് ഒക്കെ പോലുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, അതിൽ നിന്ന് ടീച്ചിങ്ങിലേക്കോ റിസർച്ചിലേക്കോ ആണ് വരിക. എഞ്ചിനീയറിംഗ് മെഡിസിനും വേണ്ട, സാധാരണ എന്തെങ്കിലും കുറച്ചുകൂടി രസകരമായത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഡിഗ്രി കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രിയിൽ നിന്ന് ഒരുപാട് ഡൈവേഴ്സിറ്റിയിലേക്ക് മാറും. പക്ഷേ അത് കൃത്യമായി ധാരണയോടുകൂടി എടുക്കണം. ഡിഗ്രിയെ ഞാനൊരു 4 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. ഒന്ന് പ്യുവർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ജിയോളജി പോലുള്ള കോഴ്സുകൾ അടങ്ങുന്ന ഒരു പ്യുവർ സയൻസ്. ഈ പ്യുവർ സയൻസിൻ്റെ പ്രത്യേകത എന്താ, നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഒരുപാടുണ്ട്, രസകരമായ വൈവിധ്യങ്ങളിലേക്ക് മാറുകയും ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയേ, ദെൻ പ്യുവർ സയൻസ് കഴിഞ്ഞാൽ ഞാൻ പറയാം അപ്ലൈഡ് സയൻസാണ്. മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോഫിസിക്സ് ഒക്കെ ഉള്ളത് അപ്ലൈഡ് സയൻസ്. അപ്ലൈഡ് സയൻസിൻ്റെ പ്രത്യേകത, വിദേശ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നല്ലതാണ്. ഒരു ഇനീഷ്യൽ ജോബിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ അപ്ലൈഡ് സയൻസ് പ്രോഗ്രാമുകൾ കിടക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാ, നമ്മൾ പറഞ്ഞ സെമി പ്രൊഫഷണൽ. ചില കുട്ടികൾ വന്നിട്ട് പറയും, എനിക്ക് ഒരു ആർട്സ് ആൻഡ് സയൻസ് പശ്ചാത്തലത്തിൽ ആർട്സ് ഡേ, സ്പോർട്സ് ഡേ എല്ലാം കൂടിയുള്ള ഒരു വൈബ് ക്യാമ്പസിൽ പഠിക്കണം, പ്രത്യേകിച്ച് പാരാമെഡിക്കൽ മെഡിക്കലൊക്കെ പോകുമ്പോൾ ഒരു സീരിയസ് ക്യാമ്പസാണ്, ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട് എൻ്റെ മുമ്പിൽ. അവരോട് ഞാൻ പറയാം, നിങ്ങൾ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ദെൻ അതുപോലെ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA പോലുള്ള കോഴ്സുകൾ എടുക്കാം. പക്ഷെ അത് കൃത്യമായ ധാരണ വേണം. നിങ്ങൾക്ക് ഡിസൈനിങ്ങിലേക്ക് മാറാം. ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങും BArch ഒക്കെ എടുത്ത് നിങ്ങൾക്ക് രസകരമായ കോമ്പിനേഷൻസ് വർക്കൗട്ട് ആവും. BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്രൂപ്പ് ആക്കാം. നോക്ക്, BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുമ്പോൾ അനിമേഷനും ഗ്രാഫിക്സും മൾട്ടിമീഡിയ ഒക്കെ കൂടി വരുന്നൊരു ഓപ്ഷനാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിജിറ്റൽ, പ്രത്യേകിച്ച് ഈ AI ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഡിസൈനിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ട് വേണം ഡിസൈനിങ് ഡിഗ്രി എടുക്കുന്നതിന് പകരം ഡിഗ്രികളുടെ കൂടെ മറ്റ് ഡിഗ്രികളുടെ കൂടെ ആഡ് ഓൺ ആയിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നോക്ക്, നമുക്ക് മാത്സ് ഓറിയൻറ്റഡായ കരിയറുകളിലേക്ക് പോകാം. മാത്സ് ഓറിയൻറ്റഡായ കരിയറിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, മാത്സ് എടുക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം, മാത്സിൽ നിന്ന് ഇക്കണോമിക്സിലേക്ക് വരാം, മാത്സിൽ നിന്ന് ബാങ്കിങ്ങിലേക്കും ഫിനാൻസിലേക്കും, ദെൻ അതുപോലെ രസകരമായ മറ്റ് വൈവിധ്യങ്ങളിലേക്ക് ഇൻഷുറൻസ് അടക്കമുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് പോലുള്ള ഏരിയകളിലേക്ക് മാറാം. ഇത് മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് IT-യിലും ഡേറ്റയിലും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മേഖലകളിലേക്ക്, ഫിനാൻസ്, ബാങ്കിങ്, ദെൻ ഇൻഷുറൻസ്, ഇങ്ങനത്തെ ഏരിയകളിലേക്കൊക്കെ പോവാം. ഇത് ഡിഗ്രികളായിട്ട് ബന്ധപ്പെട്ടതാണ് പറയുന്നതെങ്കിൽ പിന്നുള്ളത് ബിടെക്കിൻ്റെ ഒരു വൈവിധ്യം രസകരമാണ്. എനിക്ക് തോന്നുന്നു അടിസ്ഥാന എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രോഗ്രാമുകൾ മൊത്തത്തിലെടുത്താൽ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ ദെൻ ബിടെക് പോലെ ഉള്ള കോഴ്സുകളുടെ പ്രത്യേകത എന്താ, അതിന് ഒരുപാട് രസകരമായ വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇക്കണോമിക്സിലേക്ക് പോകാം, പ്രത്യേകിച്ച് മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് വേണം ഇക്കണോമിക്സ് പഠിക്കാമെന്ന് പറയുന്നുണ്ട്. ദെൻ അതുപോലെ അത് പറയുന്നില്ല, അങ്ങനെ തന്നെയാണ്. ദെൻ ഇക്കണോമിക്സ് മാത്രമല്ല, നിങ്ങൾക്ക് സോഷ്യോളജിയിലേക്ക് മാറാം, സൈക്കോളജിയിലേക്ക് മാറാം, ദെൻ ഹ്യൂമാനിറ്റീസിൻ്റെ കുറേ ഏരിയയിലേക്ക് സയൻസിൽ നിന്ന് സ്വിച്ച് ചെയ്യാം. ദെൻ കൊമേഴ്സ് മാത്രമായിട്ട് എടുത്ത് പോകുമ്പോൾ CA CMA കോഴ്സുകൾക്ക് സയൻസുകാർക്ക് പൊതുവെ പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട്. ആ മേഖലകളിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പോകാം. സയൻസ് എടുത്തൊരാൾക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് ഡയറക്റ്റ് പോകുമ്പോഴുള്ള കുഴപ്പം ഒഴിവാക്കാൻ
ഡിപ്ലോമ ലാറ്ററൽ എൻട്രി കയറി സെക്കൻഡ് ഇയർ ഡിപ്ലോമയും തേർഡ് ഇയറും പഠിച്ച് പിന്നീട് ബിടെക് ലാറ്ററൽ എൻട്രി, ബിടെക്കിൻ്റെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ അങ്ങനെ പഠിച്ച് രസകരമായ ഒരു കോമ്പിനേഷനാക്കി മാറ്റാവുന്നതാണ് LLB. ദെൻ അതുപോലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് ഒരുപാട്. ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്പണിങ്സും സയൻസുകാർക്ക് ചെയ്യാം എന്നതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളൊരു സ്കിൽ എന്താണ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് യോജിക്കുന്ന കോഴ്സുകൾ ആഡ് ചെയ്യുകയും അതോടൊപ്പം ഇനി അങ്ങോട്ട് വിജയിക്കണമെങ്കിൽ സ്കിൽ കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകൾ ആഡ് ചെയ്ത് ഇത് ഒരു പാരലൽ ഗ്രോത്ത് സാധ്യമാകുന്ന രീതിയിൽ കരിയർ പ്ലാൻ ചെയ്യുക. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.